ഒരുത്തൻ്റെ ബുദ്ധിയെ അവൻ സാക്ഷിയാക്കി നിർത്തേണ്ടത്, അവൻ്റെ മനസ്സിനെ സാക്ഷിയാക്കി നിർത്തേണ്ടത്, അവൻ്റെ ഇന്ദ്രിയങ്ങളും കോശങ്ങളുമെല്ലാം സമുചിതമായി ഇരിക്കാവുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചറിഞ്ഞ് കൃത്യസമയത്ത് കൃത്യതയോടുകൂടി എത്തിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് അവൻ്റെ മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായി തീരുന്നതും അവൻ്റെ വാക്കുകൾക്ക് കൃത്യതയുണ്ടാകുന്നതും അവൻ്റെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും മര്യാദാമസൃണമാകുന്നതും അനുകരണീയമാകും. സമരം ചെയ്യാൻ ഇറങ്ങേണ്ട കാര്യവുമില്ല. കാരണം പ്രകൃതി രോഗങ്ങളും പ്രശ്നങ്ങളും നൽകി ഇവൻ്റെ സന്തതി പരമ്പരകളെ തന്നെ ആഞ്ഞടിച്ച് നാളെ മാറ്റിയെടുക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആവനാഴിയിൽ നിന്ന് ഉത്തമങ്ങളായ അംശങ്ങൾ നാളെ കണ്ടെത്താതിരിക്കില്ല. അതിൻ്റെ രചതരേഖകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അന്നമാണെല്ലാം, അന്നം തന്നെയാണ് ഞാൻ എന്ന പോലെ ആണ് സ്വാമിജി പറഞ്ഞത്. അപ്പം അന്നത്തിൻ്റെ ഒരു നിന്ദയും നിഷേധവും തന്നെ മരണത്തിലേക്ക് പോലും എത്തിക്കാം എന്ന് പറയുന്നൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുവഴി തന്നെ നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. യാദൃച്ഛികമായാകാം, ഒരു വർത്തമാന സംഭവത്തിലേക്കാണ് വന്നുപെട്ടത്. അതെ സ്വാമിജി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതാണ് എനിക്കറിയാമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. നമ്മൾ കൊണ്ടുവന്ന ആയുർവേദ ശാസ്ത്രത്തിൻ്റെ മൗലിക മൂല്യങ്ങളെ ആയുർവേദ അഭിജ്ഞന്മാരായ ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് അന്നമാണ്. അതെ. അതിനെ ആസ്പദമാക്കി വളരെ ഗഹനവും വളരെ വിപുലവുമായ ഒരു ജീവിതചര്യ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതൊരളവ് വരെ ഗാന്ധിജിയുടെ ഉപവാസം മാറ്റത്തിന് കാരണമാക്കിയിട്ടുണ്ട്. പിന്നീട് കാര്യം വളരെ വ്യക്തതയോടെ സമഗ്രമായി അറിയാതെ പ്രകൃതി ചികിത്സ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഉപവാസങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തൊരു ചികിത്സാ രീതി ഉണ്ട്. ഇപ്പോൾ രൂപാന്തരപ്പെട്ടു വന്നിട്ടുണ്ട്. ശരിയാണ്. അടുത്ത കാലത്ത് രൂപാന്തരപ്പെട്ടു. അത് കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കാതെ ആയുർവേദത്തിലെ ചില പഥ്യക്രമങ്ങളെ മാത്രം എടുത്ത് ആയുർവേദത്തിൽ ലംഘനമെന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതൊരു ചികിത്സാ ഭാഗമാണ്. അത് മാത്രം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ പലരെയും മരണത്തിലേക്ക് നയിക്കും. ആയുർവേദത്തിൻ്റെ സമഗ്രതയിൽ ലംഘനം നിന്ന കാലത്ത് മരണം കുറവാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളുടെ പഠനം കുറയുകയും ആധുനിക പഠനങ്ങളുടെ അളവ് കൂടുകയും ആധുനികത ചേർത്ത് വെച്ച് ആയുർവേദ പഠനങ്ങളെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ഒപ്പം ചുറ്റുപാടും വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായി വന്ന പ്രകൃതി ചികിത്സ അവനവനെ പീഡിപ്പിക്കുന്ന നിഷ്ഠൂരതയുള്ള വ്യക്തികളും അന്യനെ പീഡിപ്പിക്കുന്ന നിഷ്ഠൂരതയുള്ള വ്യക്തികളും മാസോക്കിസ്റ്റുകളും സാഡിസ്റ്റുകളും സമൂഹത്തിൽ കൂടുകയും കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സിലാവും. തലവേദനയ്ക്ക് തലയുടെ ഒരു സൈഡിൽ പുരട്ടുന്നതാണ് വിക്സും അമൃതാഞ്ജനും ഒക്കെ. കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചിലർക്ക് ഈ തലയിൽ തേക്കുന്ന ഇഷ്ടമല്ല, കണ്ണു പൊളിച്ചിട്ട് തേക്കും. ചിലർ മൂക്കിനകത്തേക്ക് വിരലിട്ട് തേക്കും. കണ്ടിട്ടുണ്ട് സ്വാമിജി, ട്രെയിൻ യാത്രക്കിടയിൽ പലപ്പോഴും. ഞാൻ വളരെ ഇതായി പറയട്ടെ, ഗുദദ്വാരം, മൂത്രദ്വാരം മുതലായ വളരെ സോഫ്റ്റായ സ്ഥലങ്ങളിൽ കട്ടിയിൽ പരട്ടുന്നവർ വരെ ഉണ്ടെന്ന് വൈദ്യസംബന്ധമായ ബന്ധത്തിൽ അറിയാൻ എനിക്കിടയായിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ പൊള്ളുകയും വികൃതമാവുകയും
പല രോഗങ്ങൾക്കും വിധേയമാവുകയും ചെയ്തവരെ കാണുവാനിടയായിട്ടുണ്ട്. മൂക്കും വായും കണ്ണും വിട്ട് അവിടം വരെ ഈ സാധനങ്ങളെ എത്തിക്കുന്ന ഒരു വൈകൃതിയിലേക്ക് ആളുകൾ എത്താറുണ്ട്. എന്നതുപോലെ മാസോക്കിസത്തിൻ്റെയും സാഡിസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അന്യനെ ഉപവാസിപ്പിച്ച് രസിക്കുന്നവർ, അവൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെ വളരെ കോപത്തോടുകൂടി ഉപവാസം കൊണ്ടേ ഇത് മാറുള്ളൂ എന്ന് നിർബന്ധിച്ച് ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഉപവസിപ്പിച്ച് അതൊരു രസമായി കാണുന്നവർ, അവരെ സാഡിസ്റ്റുകൾ എന്നാണ് പറയണ്ടേ. മനസ്സിലായി. വൈദ്യരംഗത്തൊക്കെ സാഡിസ്റ്റുകളുടെ വിഹാരം നിയമം കൊണ്ട് തടയേണ്ടതാണ്. എന്തെല്ലാം അനുകൂലങ്ങളായ അറിവുകൾ അവർ പുലർത്തിയാലും സാഡിസം ഒരുപാട് പേരെ രോഗത്തിലേക്ക് നയിക്കും. ആക്ടിവിസത്തിൻ്റെ നല്ലൊരു മേഖല സാഡിസം കലർന്നതാണ്. ഇന്ത്യൻ ആക്ടിവിസത്തിൻ്റെ പ്രത്യേകിച്ച്. ഇന്ത്യൻ ആക്ടിവിസത്തെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വളരെ മര്യാദയുള്ള അന്വേഷണ പരമ്പരയിലൂടെ അന്വേഷിച്ചാൽ അവിടെ പലപ്പോഴും വിഹരിക്കുന്നത് സാഡിസ്റ്റുകളാണെന്നതാണ്. ഇപ്പോഴാണ് വഴി ചിന്തിക്കുന്നത്. ഇപ്പോഴാണ് സംശയം വഴി ചിന്തിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ആയുർവേദത്തിലെ ലംഘനമെന്ന് പറയുന്നൊരു ശാഖ വൈദ്യമെന്ന വ്യാജേന ഈ ഒരു മരണതുല്യമായിട്ടുള്ളൊരു അന്യനെ പീഡിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് ഈ പ്രവണതയിലേക്ക് മാറി, അതൊരു ദർശന വൈപുല്യത്തോടെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എന്ന് പറയുന്ന ഒരു കമ്പോള സംസ്കാരം കേരളത്തിൽ തന്നെ വളരെ ശക്തമാണ് സ്വാമിജി. നമ്മുടെ അനുഭവമാണ് സ്വാമിജി. ഇതേ രീതിയിൽ സ്വയം പീഡിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമാണ് സത്യാഗ്രഹത്തിൻ്റെ തലം. അത് മാസോക്കിസ്റ്റുകൾക്ക് ചേർന്നതാണ്. അതിൻ്റെ ഹിംസ, നിങ്ങൾ വീട്ടിൽ ഒരു നേരം ആഹാരം കഴിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റും? ഇല്ല, പറ്റില്ല സ്വാമിജി. ഇതിനേക്കാൾ വലിയ പീഡനം എന്താ ഉള്ളത്? അതെ, അതുകൊണ്ടായിരിക്കണം അല്ലേ സ്വാമിജി നമ്മുടെ നിരാഹാരം കിടക്കുന്നവർക്കൊക്കെ ഒരുപാട് ആളുകൾ നിരാഹാരം കിടക്കണമെന്ന് പറയുന്നൊരു ഒരവസ്ഥ നിലവന്നത്. പിന്നെ നിങ്ങൾ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം വേണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കുട്ടികളുടെ ആഹാരത്തിൻ്റെ രുചി പോയില്ലേ? തീർച്ചയായും സ്വാമിജി. കേട്ടറിയുന്നവൻ്റെ ഒക്കെ ആഹാരത്തിൻ്റെ രുചി പോയില്ലേ? നിങ്ങളത്ര വലിയ ആളൊന്നുമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഇവിടുത്തെ സാധാരണക്കാരാണ്. നമ്മളിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഒരു അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പോയി കിടക്കുകയൊക്കെ ചെയ്യും. അതേ സ്വാമിജി. വലിയ വലിയ ആളുകൾ കിടന്ന് പട്ടിയായി പോകുന്നുണ്ട്, പെട്ടെന്നായി പോകും. അത് കാരണം ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അന്നം അവനെ ശപിക്കും. അന്നം ഒരിക്കലും നിന്ദിക്കാവുന്ന സാധനമല്ല. ആ അന്നം ഏത് നമുക്ക് ആവശ്യം, ഏത് അനാവശ്യം എന്നറിഞ്ഞ് തിരഞ്ഞെടുക്കണം. അന്നം കഴിക്കാതിരുന്ന് ഒരാളിലെ ഓരോ കോശത്തിനും അന്നം വേണം. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഈ കോശങ്ങളെ പട്ടിണിയിടാൻ? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ അഹങ്കാരം, ഇവയെ ആസ്പദമാക്കി നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെ ആസ്പദമാക്കി ആ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തത്തെയും ഇന്ദ്രിയങ്ങളെയും ആസ്പദമാക്കി നിങ്ങളുടെ ധാതുക്കൾ എന്ന് പറയുമ്പോൾ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, ഇത്രയും ധാതുക്കൾ
ഇവ ഓരോന്നുമായി ചേർന്ന് നിൽക്കുന്ന കോശങ്ങൾ, ഇതെല്ലാം ചേർന്ന എങ്ങനെയാണോ ഈ വിശാല വിശ്വം, അതുപോലെ തന്നെ അതിന് പാരസ്പര്യം പുലർത്തി അതിനെ മുഴുവൻ സ്വാംശീകരിച്ച ഒന്നാണ് പിണ്ഡാണ്ഡം, നിങ്ങളെന്നത്. ഒരു ദിവസം ഉണ്ടായി അന്ന് നശിച്ചു പോകുന്ന കോശങ്ങൾ മുതൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കുടലിലെ കോശങ്ങൾ ലിബർക്കൻ 5 ദിവസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 5 ദിവസം പണിയെടുത്ത് മരിച്ചു, അത്രേ ഇതിന് ആയുസുള്ളൂ. ആ 5-ാം ദിവസം ഈ പണി തുടരാനായിട്ട് വേറെ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കോശം ഉണ്ടാകലും നശിക്കലും നടന്നുകൊണ്ടിരിക്കുക ശരീരത്തിനകത്ത്. ജനിമരണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ട് നിരന്തരമായി ജനിക്കുകയും മരിക്കുകയും ആ കർമ്മങ്ങൾ നിരന്തരമായി ഏൽപ്പിക്കുകയും. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ഒരു കോശം 20 ട്രില്യൺ കർമ്മം ചെയ്യുന്നുണ്ട്. ഇത്രയും പണി നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് നിങ്ങളെ ഉറക്കുകയും ഉണർത്തുകയും നടത്തുകയും ഇരുത്തുകയും കിടത്തുകയും ചെയ്ത് പണിയെടുക്കുന്നവയ്ക്ക് മുഴുവൻ വേണ്ടുന്ന ഊർജം മുഴുവൻ ഒരു ദിവസം നിങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദുർഭരണാധികാരി ആരോടോ ഉള്ള വെറുപ്പിൻ്റെ പേരിൽ ഒരു രാജ്യത്തേക്ക് മുഴുവൻ പോകേണ്ട ഭക്ഷ്യവസ്തുക്കളെ മുഴുവൻ നിരോധിക്കുന്നു, നിരോധനം ഏർപ്പെടുത്തുന്നു. അങ്ങനൊരു പണിയില്ലേ? തീർച്ചയായും. ഇറാഖിന് അമേരിക്ക എന്തോ അതിന് പറയുന്നത്, ഉപരോധം ഏർപ്പെടുത്തുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് ഏത് വൈകല്യം വരുമ്പോഴാണ് നിങ്ങൾ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നത്? നന്മ, നല്ല ഉദ്ദേശം, നല്ല ചിന്ത, ഇതൊക്കെ ആ സ്വാമിജിയുടെയും ഗാന്ധിയുടെയും ഒക്കെ അംഗീകരിക്കുന്നു വിനയപൂർവ്വം, നമസ്കാരപൂർവ്വം. പക്ഷെ ചിന്ത സമഗ്രമല്ല. ആ ചിന്തയ്ക്ക് വൈകല്യമുണ്ട്. അതിനെ ജനത അനുകരിക്കരുത്. ഒരു രാഷ്ട്രത്തിൻ്റെ നാശമാണ്, ജനതയുടെ നാശമാണ്, ജീവന്റെ നാശമാണ്. ഒരു വിഗ്രഹം ഉടയുന്നുവെന്ന് ധരിക്കരുത്. ഇല്ല സ്വാമിജി, ഒരിക്കലില്ല. ഒരു സ്വാമിജി ഇത് പഠിപ്പിച്ചു തരുമ്പോൾ ഒരു 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 ബിംബബോധമല്ല നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങളുടെ ഈ കോശങ്ങൾക്ക് മുഴുവൻ പട്ടിണി കൊടുക്കുവാൻ നിങ്ങളെ ആരധികാരപ്പെടുത്തി? നിങ്ങൾ എങ്ങനെ ഒരു ഉത്തമനായിത്തീരും? നമ്മളൊരു ഉത്തമ ഭരണാധികാരി എന്ന് പറയുന്നത് അവൻ്റെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും സുവിധ ഭംഗിയാക്കി കൊടുക്കുന്നവനെയാണ്. അതെ സ്വാമിജി, ശരിയല്ല? ശരിയാണ്. ഒരു വീട്ടിലെ കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പശുക്കൾ, ആ വീട്ടിലെ പട്ടികൾ, പൂച്ചകൾ എല്ലാം ആഹാരം കഴിച്ചോ എന്ന് നോക്കിയിട്ട്. മനസ്സിലായി? ആ വീട്ടിൽ പണിയെടുക്കുന്ന പണിക്കാർ, കാരണം അവരുടെ തോളിലാണ് ഇത് താങ്ങി നിൽക്കുന്നത്. ഏറ്റവും താഴത്തെ തട്ടിലുള്ളതും വിദ്യാഭ്യാസം ഇല്ലാത്തതും ഏറ്റവും കൂടുതൽ അലഞ്ഞു പണിയുന്നതും ആ വീട്ടിലെ പറമ്പിൽ പണിയുന്നവരാണ്. ശരിയാണ്? അവരാണ് അന്നം മുഴുവൻ കൊണ്ടിരുന്നത്. അവിടുത്തെ അടുക്കളക്കാരാണ്. അവർക്കെല്ലാം ആഹാരം എത്തിയോ, കഴിച്ചോ, അവരൊക്കെ കഴിക്കുന്നുണ്ടോ, മയുണ്ടോ എന്ന് നോക്കിയിട്ട് തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കഴിച്ചോ? ഒരുപറ്റ അതിഥികൾ വന്നവരെയും കൂട്ടി മാന്യമായി കയറിയിരുന്ന് ആദ്യമേ തിന്നുകുടിച്ച് രസിച്ച് ബാക്കിയുള്ളവർ കഴിച്ചോ എന്ന് നോക്കാതെ പോകുന്നവൻ്റെ കുടുംബസ്ഥിതിയൊന്നും അധികകാലം നിലനിൽക്കില്ല. മനസ്സിലായി സ്വാമിജി. ഏതൊരു മനുഷ്യനും മര്യാദ പുലർത്തേണ്ടത്, അവന് പ്രഭുത്വം ഉണ്ടാകുന്നത്, അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൃത്യമായി ചെയ്യുമ്പോഴാണ്. അതിൻ്റെ ക്ലേശങ്ങളൊന്നും അവന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഒരുത്തൻ്റെ ബുദ്ധിയെ അവൻ സാക്ഷിയാക്കി നിർത്തേണ്ടത്, അവൻ്റെ മനസ്സിനെ സാക്ഷിയാക്കി നിർത്തേണ്ടത്, അവൻ്റെ ഇന്ദ്രിയങ്ങളും കോശങ്ങളുമെല്ലാം സമുചിതമായി ഇരിക്കാവുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചറിഞ്ഞ് കൃത്യസമയത്ത് കൃത്യതയോടുകൂടി എത്തിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് അവൻ്റെ മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായി തീരുന്നതും അവൻ്റെ വാക്കുകൾക്ക് കൃത്യതയുണ്ടാകുന്നതും അവൻ്റെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും മര്യാദാമസൃണമാകുന്നതും അനുകരണീയമാകും. അല്ലാത്തൊരു ദുർബുദ്ധിയെ അനുകരിച്ചാൽ അത് ജീവിത വ്യാപാരത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. മനസ്സിലായി സ്വാമിജി.
ഈ നിലയിൽ വൈദികമായി ചിന്തിക്കുമ്പോഴാണ് ആ പാവം മനുഷ്യനെക്കുറിച്ച് ചെയ്ത് തെറ്റാണ് എന്ന് വൈദികമായി പറയുന്നത്. അല്ലാതെ വേറെ എതിർപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആദർശത്തെ നമ്മൾ അങ്ങേയറ്റം കാണുന്നു. തീർച്ചയായും ആദർശങ്ങൾ പുലർത്തിയ ഒരുപാട് ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സന്യാസത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയും പേരുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനകത്ത് ഉണ്ടാവില്ല. അവരെ പേരിന് വേണ്ടി കാത്തിരുന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത പത്രങ്ങളും മാധ്യമങ്ങളും ഒരുപാട് വ്യക്തികളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആമൂലാഗ്രം എതിർത്തവരും വരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രയോക്താക്കളും വക്താക്കളുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യൻ എഴുത്തുകാർ എഴുതിപ്പിടിപ്പിച്ച് നിറം പിടിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരും മറ്റുള്ളവരും എഴുതിയിട്ടുള്ള ചരിത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതായ ഒട്ടേറെ സന്യാസി ശ്രേഷ്ഠന്മാർ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളികളായി വരെ നിന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്മരണീയൻ തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു വെങ്കിച്ചൻ ബ്രഹ്മചാരിയാണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ ഒന്നും പേരുകൾ നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ സംസ്കൃതിയോട് ബന്ധപ്പെട്ടതൊന്നും പഠിപ്പിക്കരുതെന്നും അതിൻ്റെ സത്യസന്ധത പോലും മറച്ചു വയ്ക്കണമെന്നും എല്ലാ ചരിത്രകാരന്മാർക്കും നിർബന്ധമുണ്ട്. ഈ കള്ളമൊക്കെ എത്ര കാലം പഠിപ്പിച്ചാലും അതിലൂടെ എത്തിച്ചേരുന്ന ഒരു നന്മയിലല്ലെങ്കിൽ ഇതിനെ മുഴുവൻ പൊളിച്ചെഴുതുവാൻ നാളത്തെ ജനം തയ്യാറാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങേണ്ട കാര്യവുമില്ല. കാരണം പ്രകൃതി രോഗങ്ങളും പ്രശ്നങ്ങളും നൽകി ഇവൻ്റെ സന്തതി പരമ്പരകളെ തന്നെ ആഞ്ഞടിച്ച് നാളെ മാറ്റിയെടുക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആവനാഴിയിൽ നിന്ന് ഉത്തമങ്ങളായ അംശങ്ങൾ നാളെ കണ്ടെത്താതിരിക്കില്ല. അതിൻ്റെ രചതരേഖകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ആർക്കൈവ്സിലിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽപ്പെട്ട ആളുകളുടെ ചിത്രം കാണുകയും അതിൻ്റെ അടിയിൽ പേരെഴുതുകയും ചെയ്യുമ്പോൾ ഇവരുടെ പേര് മാത്രം എന്താണ് തിരഞ്ഞെടുത്ത് വരാതിരുന്നതെന്നും മനസ്സിലായില്ല. ആർക്കൈവ്സിൽ നിന്ന് മുഴുവൻ ചിത്രം എടുത്ത് കളയാൻ പറ്റില്ല. ഗാന്ധിയും കൂട്ടരുമൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലും മറ്റുള്ളിടത്തുമൊക്കെ പങ്കെടുത്ത പൂർണ്ണാനന്ദൻ്റെയും മറ്റും ചിത്രങ്ങൾ ആർക്കൈവ്സിലിരിക്കുമ്പോൾ പൂർണ്ണാനന്ദനെയൊക്കെ മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്ന് നാളത്തെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാവും. അതിലൊന്നും പെടാത്ത ആളുകളുടെ പേരുകൾ കൊണ്ടുവന്നതിലും മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കാതെ കാര്യം ചെയ്തോളും. അതിനൊന്നും സന്യാസി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, ഇത്തരം പ്രശ്നങ്ങളെ സമരം കൊണ്ട് പരിഹരിക്കാനാവില്ല. മനുഷ്യൻ്റെ ഉത്തമ ബോധം കൊണ്ടേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ ഹൃദയാകാശത്തെ പരിശുദ്ധമാക്കുകയും അവനുള്ള കാമനകളെ കുറയ്ക്കുകയും, കാമന കുറയ്ക്കാതെ അഴിമതി എവിടെയാണ് പോകുന്നത്? അവൻ്റെ കാമനയെ ഉച്ചാടനം ചെയ്യുകയും അവൻ്റെ ഹൃദയാകാശം ശുദ്ധമാക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും, മനസ്സേകമായതുകൊണ്ട് അതിനുവേണ്ടി സമഷ്ടി പുരുഷനോട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി അനവരതം പ്രവർത്തിക്കാം, അവനിലേക്ക് ജ്ഞാനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കാം. നമുക്ക് നമ്മുടേതെന്ന് പറയാവുന്നതല്ല ഈ കോശങ്ങളെല്ലാം. സമഷ്ടിയുടെ ഭാഗമാണ് നമ്മുടെ ശരീരവും. അതിനോട് നീതി പുലർത്തി വേണം പെരുമാറാനും വർത്തമാനം പറയാനും ഇടപെടാനും ഒക്കെ. അറിയാതെ വന്നുപോയെങ്കിൽ പശ്ചാത്തപിക്കണം. എനിക്കും വരും, അങ്ങനെ അങ്ങയ്ക്കും വരും. തീർച്ചയായും നമ്മളാരും അത്ര വലിയ മിടുക്കന്മാരൊന്നുമല്ല. നമ്മളൊക്കെ സാധാരണക്കാരാണ്. തെറ്റുപറ്റും. ആദ്യം ഒരുവൻ അറിയേണ്ടത് എത്ര വളരുമ്പോഴും തെറ്റ് നമുക്ക് പറ്റുമെന്നാണ്. വളർച്ച തെറ്റില്ലാതാക്കുമെന്നല്ല. വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, വളർച്ച ഒക്കെ കിട്ടാം. അവയൊന്നുമല്ല തെറ്റില്ലാതാക്കുന്നത്. ഇതാക്കുന്നത് ശുദ്ധവും അവക്രവുമായൊരു മനസ്സാണ്.
അത് വളരും തോറും സൂക്ഷിക്കണം. അവക്രവും ശുദ്ധവുമായൊരു മനസ്സ് താഴ്മയിൽ നിലനിന്നേക്കാം, ജനബലമുണ്ടാവുമ്പോൾ നിലനിൽക്കില്ല. ധനബലമുണ്ടായാൽ ഒട്ടും നിലനിൽക്കില്ല. പ്രശസ്തി വന്നവനിൽ അല്പം പോലും നിലനിൽക്കില്ല. ഈ മൂന്ന് കാര്യങ്ങളും ഏത് സമയവും ഏതവനെയും പിടിച്ചു വയ്ക്കാവുന്നതാണ്. തീർച്ചയായും തീർച്ചയായും സ്വാമിജി. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ആളുകൾ ഇങ്ങനെ ആയിപ്പോകുന്നത്. ഇങ്ങനെ ആവേണ്ടതല്ല. ഇത് ജീവിതത്തിൽ പഠിക്കണം. ആ ഒരു പഠനത്തിന് ഒരുങ്ങുമ്പോൾ അന്നത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് തിരിച്ചു പോകാം അന്നത്തിലേക്ക്. തീർച്ചയായും സ്വാമിജി. ആ വിഷയം അങ്ങ് അതെ, ഉന്നയിച്ചത് തീർന്നു തോന്നുന്നു, തൃപ്തിയായെന്ന് തോന്നുന്നു. തൃപ്തി 100%. അന്നം എന്ന് പറയുന്നതാണ് മൗലികമായി ജീവൻ്റെ ആധാരം. അതുകൊണ്ട് അന്നത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആരോഗ്യ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ഇന്ത്യൻ സംസ്കൃതിയെ, കുടുംബാരോഗ്യത്തെ, ഇന്ത്യൻ സാമൂഹിക ആരോഗ്യത്തെ, ഇന്ത്യൻ ശുചിത്വത്തെ, ഇന്ത്യയുടെ സാമൂഹികമായ ശുചിത്വം, ഇന്ത്യയുടെ സാമൂഹികമായ ആരോഗ്യം, ഇന്ത്യയുടെ കൗടുംബികമായ ആരോഗ്യം, വൈയക്തികമായ ആരോഗ്യം, മനസ്സിൻ്റെ ശുദ്ധി, ഇത് മുഴുവൻ താറുമാറാക്കിയത് മാധ്യമങ്ങളെല്ലാം ചേർന്നു, ബുദ്ധിജീവികളെല്ലാം ചേർന്നു എന്തും കഴിക്കാം, എന്തും ചെയ്യാമെന്നുള്ളൊരു വികാസത്തിലേക്ക്, അതിൽ നിന്ന് മാത്രമാണ്.